Hi everyone, welcome to my classroom Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 3, Moment Distribution Method. Today's topic, Stiffness, Carryover Factor and Distribution Factor. Moment Distribution Method, Module 3, Moment Distribution Method. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് സ്ട്രക്ചറൽ അനാലിസിസ് മെത്തേഡാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സ്ട്രക്ചറൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻലി ഫോർ ദ അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അനലൈസ് ചെയ്യാനാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ഇതെല്ലാം ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അനലൈസ് ചെയ്യാനാണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിനെക്കാട്ടിലും ആക്യുറസി കൂടുതലാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പറയുന്നത്. ശരിക്കും ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രൊഫസർ ഹാഡി ക്രോസ് ആണ്. പ്രൊഫസർ ഹാഡി ക്രോസ് ഇൻ 1932. ഓക്കെ, അദ്ദേഹമാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രസന്റ് ചെയ്തത്. പ്രൊഫസർ ഹാഡി ക്രോസ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അനലൈസ് ചെയ്യാനാണ് ആക്യുറേറ്റ് മെത്തേഡാണ്. ശരിക്കും ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ വരുന്നതാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ആദ്യം നമ്മളൊരു റോങ് അസംഷനിൽ നിന്ന് നമ്മൾ ആക്യുറസി കൂട്ടി കൊണ്ടുവരുവാണ് ചെയ്യുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ. ഈ പ്രോബ്ലത്തിലേക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ അതായത് ഇൻഡിറ്റർമിനൻസി കൂടുതലുള്ളത് ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് കാണിച്ചു തരുന്നത്. പ്രോബ്ലം ഓറിയന്റഡ് പോകുമ്പോൾ ശരിക്കും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഇങ്ങനെ. അതുകൊണ്ട് ഒരു ഇറ്ററേഷൻ മെത്തേഡും കൂടിയാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കാനായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്യാരി ഓവർ ഫാക്ടർ ആൻഡ് സ്റ്റിഫ്നെസ്. ഓക്കെ, സ്റ്റിഫ്നെസ് കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്റ്റിഫ്നെസ് നമ്മൾ കെ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ക്യാരി ഓവർ ഫാക്ടർ എന്താണ്, സ്റ്റിഫ്നെസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ എൻഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് സ്ലോപ്പ്. നമുക്കതൊന്ന് എന്താണെന്നൊന്ന് നോക്കാം. നമുക്ക് അതിനൊരു കേസ് എടുക്കാം. കേസ് 1, ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഒരു സ്പാന് 1 end ഈസ് 2 എൻഡും 1 end അല്ല 2 എൻഡും നമുക്ക് ഹിഞ്ച്ഡ് ആയിട്ട്, അല്ലെ 1 end ഈസ് ഹിഞ്ച്ഡ് അതർ എൻഡ് ഈസ് ഫിക്സ്ഡ്. ആ ഒരു കണ്ടീഷൻ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഹിഞ്ച്ഡ് അതർ എൻഡ് ഈസ് ഫിക്സ്ഡ് എ ബി. നമ്മളൊരു സ്പാൻ എടുത്തു, ലെങ്ത് L. ഓക്കെ, നമ്മളിവിടെ ഒരു യൂണിറ്റ് സ്ലോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു ക്ലോക്ക് മൊമെന്റ് കൊടുത്തു M. ഓക്കെ, സ്ലോപ്പ്, and this is theta A, and here theta B is 0. ഫിക്സഡ് കേസ് ആണ്. ഓക്കെ, നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ പഠിച്ചിരുന്നു. ഫിക്സഡ് കേസ് വരുമ്പം എന്തായിരുന്നു? എം ബാർ എ ബി നമുക്കില്ല. ഓക്കെ, 0. ദെൻ പ്ലസ് 2EI by L into 2 theta A പ്ലസ് തീറ്റ ബി മൈനസ് ഡെൽറ്റ. നമുക്ക് ഡെൽറ്റ ഇല്ല. ഓക്കെ, ഇത്രയും. തീറ്റ ബി 0 ആണ്. ദെൻ MAB ഈക്വൽ ടു നമുക്ക് എന്താ 2EI by L into 2 theta A. That is 2 into 2 4EI theta A by L MAB. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
MAB equal to 4EI theta by L. നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. M equal to moment M equal to 4EI theta by L. Okay. M by theta equal to 4EI by L. M by theta, that is K, stiffness. എന്ന് വെച്ചാൽ the moment, ഇവിടെ നോക്കണേ, moment required to be applied at A so as to produce a unit slope at A is equal to 4EI by L. And this is called the stiffness of the member. Stiffness of the member AB. ഇതിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അതായത് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് സ്ലോപ്പ്. നമ്മളിവിടെ ഒരു മൊമെന്റ് എം കൊടുത്തു എയില്, എന്നിട്ട് എന്താ ഒരു യൂണിറ്റ് സ്ലോപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 4EI by L. M by theta K equal to 4EI by L. This is called stiffness of the member AB. Okay, ഒന്ന് എഴുതാം. Moment required to be applied at A so as to produce a unit slope at A is equal to 4EI by L, and this is called the stiffness of the member. Of the member. Okay, the moment required to rotate that end to produce unit slope, it is called stiffness. Okay, നമുക്കിപ്പം സ്റ്റിഫ്നെസ് എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ക്യാരി ഓവർ ഫാക്ടർ. ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ നമുക്കൊരു സ്ലോപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു മൊമെന്റ് എം. അപ്പം ഇത് ഫിക്സ്ഡ് ആണല്ലോ. ഇതിന്റെ ഒരു ഈ മൊമെന്റിന്റെ ഒരു ക്യാരി ഓവർ ഫിക്സഡിലേക്ക് പോകും. അത് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. എക്സാമ്പിൾ MBA. MBA എന്താ? 2EI by L into 2 theta B plus theta A. Okay, theta B 0, that is 2EI by L into theta A. Okay, MBA equal to 2EI by L into theta A. Okay, theta A എന്താ? യൂണിറ്റ് സ്ലോപ്പ്, it is 1. theta A എന്താ? യൂണിറ്റ് സ്ലോപ്പ് ആണ്, it is 1. That means MBA equal to 2EI theta 2EI by L. MBAയിൽ നമുക്ക് എന്താ ഉള്ളത്? 2EI by L. That is M equal to 2EI by L. MAB എത്രയായിരുന്നു? 4EI by L. അതായത് ഇതിന്റെ ഹാഫേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഹാഫേ ഉള്ളൂ ഇവിടെ. സോ M equal to 2EI by EI by L. That means M by 2 ആണ്. That means ഇവിടെ നമ്മൾ M ആണ് അപ്ലൈ ചെയ്തത്. ഇവിടെ here M by 2. ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പം അതാണ് പ്രൂവ് ചെയ്തത്. ഇവിടെ M equal to 4EI by L ആയിരുന്നു. ഇവിടെ M equal to 2EI by L. നമ്മൾ അപ്ലൈ ചെയ്ത മൊമെന്റ് M ആണ്. ക്യാരി ഓവർ ചെയ്തപ്പം M by 2 ആണ്. ദാറ്റ് മീൻസ് this is the reacting moment. Reacting moment, ഇവിടെ ഇത് hogging ആയിരുന്നു, ഇവിടെ it is sagging. Okay, the reacting moment M by 2 at B, reacting moment M by 2 at B due to the application of the applied moment M at A is called carryover moment. ഒന്നുകൂടെ പറയാം. The reacting moment M by 2 at B due to the application of applied moment M at A is called carryover moment. Okay, ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ക്യാരി ഓവർ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ക്യാരി ഓവർ തിയറം. M ആണ് അപ്ലൈ ചെയ്തത് ഫിക്സഡിലേക്ക്, അത് ഫാർ എൻഡ് ഫിക്സ്ഡ് ആണ്. സോ ഇതിന്റെ ക്യാരി ഓവർ ഹാഫ് ആണ് പോയേക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ക്യാരി ഓവർ
factor and carryover moment. Clear ആയല്ലോ? Okay. When a moment M is applied, ഒരു മൊമെന്റ് M കൊടുത്തു എന്തിനാ? To produce rotation without translation. Okay. When a moment M is applied to produce a rotation without translation at the near supported end of a beam whose further end is fixed. Okay, further end is fixed. നമ്മൾ ഇവിടെ M apply ചെയ്തു to produce a rotation without translation at the near end. ഇവിടെ കൊടുത്തു further end fixed ആണ് and the carryover moment at the further end is. ഇതിന്റെ further end ആണ് ഇത്. Carryover moment at the further end is 1/2 the applied moment M. Applied moment M ന്റെ 1/2 ആയിരിക്കും carryover moment. Clear? Okay. Carryover factor and stiffness clear ആയി കാണുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ 1 end ഫിക്സ്ഡും ആയിട്ടുള്ളതാണ് ചെയ്തത്. ഇനി 2 end നമുക്ക് ഹിഞ്ച്ഡ് വരുന്ന ഒരു കേസ് കൂടെ നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റിഫ്നെസ് വന്നത് 4EI/L ആണ്. ഫർദർ എൻഡ് ഫിക്സ്ഡ് ആയിട്ട് വന്നപ്പോൾ ഫർദർ എൻഡ് ഹിഞ്ച്ഡ് ആയിട്ട് വരുമ്പം 4EI/L ആണോ എത്രയാണെന്നും കൂടെ നോക്കാം. Further end hinged. This is fixed case. Okay, next hinged. Okay, A, B, hinged. Okay, moment M, applied moment. This is theta A, this is theta B. ഓക്കെ, നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ വെച്ചിട്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഹിൻസ്ഡ് കേസ് വരുമ്പം ഇക്വേഷൻ എന്തായിരുന്നു? MAB ഈക്വൽ ടു എന്തായിരുന്നു? M bar AB മൈനസ് M bar BA/2 പ്ലസ് 3I. നമുക്ക് അത് രണ്ടും 0 ആണ്. M bar 0 ആണ്. ദെൻ പ്ലസ് 3EI by L into MAB ആണ്. സോ ഇറ്റ് ഇസ് theta A. Theta A മൈനസ് ഡെൽറ്റ ബൈ L ആയിരുന്നു. ഡെൽറ്റ ഇവിടെ 0 ആണ്. ഓക്കെ, നമുക്ക് MAB എന്ന് പറയുന്നത് MAB ഈക്വൽ ടു 3EI theta A by L. ഓക്കെ, ദെൻ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M ഈക്വൽ ടു 3EI theta by L. Then M by theta equal to 3EI by L. That is K stiffness. Hinged ആണെങ്കിൽ forend hinged ആണെങ്കിൽ 3EI by L. ഇനി MBA എന്താ? hinged ആണ്. MBA equal to 0 നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടത്തേക്ക് നമുക്ക് ക്യാരി ഓവർ മൊമെന്റ് പോകുമോ? ഇല്ല, അവിടെ മൊമെന്റ് ക്യാരി ഓവർ ചെയ്യില്ല. ബിക്കോസ് ദിസ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ദ മൊമെന്റ് ഈക്വൽ ടു 0. ഫിക്സഡ് കേസ് വന്നപ്പോൾ നമ്മൾ ക്യാരി ഓവർ ഫാക്ടർ മൊമെന്റ് കണ്ടുപിടിച്ചു. അപ്ലൈഡ് മൊമെന്റിന്റെ 1/2 അപ്ലൈഡ് മൊമെന്റ് ആയിരിക്കും ക്യാരി ഓവർ ആയിട്ട് ഫർദർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ പോകുന്നത്. ഹിഞ്ച്ഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് 0. സ്റ്റിഫ്നെസ് 3EI by L. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ടേം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, നമുക്കിനി മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഡിസ്ട്രിബ്യൂഷൻ തിയറം ഇതാണ് പറയുന്നത്. A moment which is applied to a structural joint to produce rotation without translation gets distributed among the connecting members at the rigid joint in the same proportion
as their stiffness. Stiffness, that is K. Okay. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നോക്കുന്നതിന് മുമ്പ് തിയറം എന്താന്ന് നോക്കാം. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ തിയറം പറയുന്നത്? എ മൊമെന്റ് വിച്ച് ഈസ് അപ്ലൈഡ് ടു എ സ്ട്രക്ചറൽ ജോയിന്റ്. നമ്മളൊരു ജോയിന്റിൽ, ഒരു സ്ട്രക്ചറൽ ജോയിന്റിൽ മൊമെന്റ് അപ്ലൈ ചെയ്താൽ, സി ഞാനൊരു ഫിഗർ വരയ്ക്കാം. ഒരു ജോയിന്റ്, ഓക്കെ, ഇതിനെ കണക്ട് ചെയ്ത് കുറെ മെമ്പേഴ്സ് ഉണ്ട്. ഫിക്സഡ്, ദിസ് ഈസ് ഹിഞ്ച്ഡ്, ഫിക്സ്ഡ്, ഹിഞ്ച്ഡ്, ഫിക്സ്ഡ് ഇരിക്കട്ടെ. ഓക്കെ, എ ബി സി ഡി ഇ. ഓക്കെ, നമുക്ക് ഹിഞ്ച്ഡ് സ്ട്രക്ചറൽ ഹിഞ്ച് റിജിഡ് ജോയിന്റിനെ നമുക്ക് O എന്ന് എടുക്കാം. ഓക്കെ, റിജിഡ് ജോയിന്റ് O. ഓക്കെ, ദെൻ നമ്മളൊരു അപ്ലൈഡ് മൊമെന്റ്, എ മൊമെന്റ് വിച്ച് ഈസ് അപ്ലൈഡ് ടു എ സ്ട്രക്ചറൽ ജോയിന്റ് ഹിയർ ഇറ്റ് ഈസ് O, to produce rotation without translation. നമ്മൾ ഒരു റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മൊമെന്റ് അപ്ലൈ ചെയ്തു, ഇറ്റ് ഈസ് M. ക്ലിയർ? ഓക്കെ, എ മൊമെന്റ് വിച്ച് ഈസ് അപ്ലൈഡ് ടു എ സ്ട്രക്ചറൽ ജോയിന്റ് ടു പ്രൊഡ്യൂസ് rotation without translation gets distributed among the connecting members at the joint in the same proportion as their stiffness. ഈ കണക്റ്റിംഗ് മെമ്പേഴ്സിലെല്ലാം ഈക്വൽ ആയിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് തിയറം പറയുന്നത്. ഓക്കെ, ഇതാണ് തിയറം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താ? ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ എ മെമ്പർ, ഒരു മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഒരു ജോയിന്റിലെ ഒരു മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ റേഷ്യോ distribution factor DF. DF is the distribution factor for a member at the joint, is the ratio of the relative stiffness. ഏത് മെമ്പർ ആണോ ആ മെമ്പർ റിലേറ്റീവ് സ്റ്റിഫ്നെസ് റേഷ്യോ കാണാമോ? ഓക്കെ, റേഷ്യോ ഓഫ് ദ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഓഫ് ദ മെമ്പർ, ആ മെമ്പറിന്റെ stiffness to the total relative stiffness of all the members meeting at the joint. Okay, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പറിന്റെ ഒരു ജോയിന്റിലെ ഒരു മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ റേഷ്യോ ഓഫ് stiffness of that member, relative stiffness of that member to the total relative stiffness of all the members meeting at the joint. Clear? That means DF equal to relative stiffness, take it as RS divided by total relative stiffness. നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ K എന്നാണ് എടുത്തത്, ഡിവൈഡഡ് ബൈ സമ്മേഷൻ K. അങ്ങനെയും എടുക്കാം. ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. റിലേറ്റീവ് സ്റ്റിഫ്നെസ് RS ഡിവൈഡ് ബൈ ടോട്ടൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് നമ്മൾ K എന്നാണ് എടുത്തത്, ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് K. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം. നമുക്ക് ഫിക്സഡ് വരുമ്പോൾ നമ്മൾ സ്റ്റിഫ്നെസ് പഠിച്ചു. ഫിക്സഡ് കേസ് വരുമ്പം എത്രയായിരുന്നു? 4EI by L. ഹിഞ്ച്ഡ് വരുമ്പം 3EI by L. ഫിക്സഡ് കേസിൽ 4EI by L, ഹിഞ്ച്ഡിൽ 3EI by L. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പേ സ്റ്റിഫ്നെസ് ഒന്ന് നോക്കിയായിരുന്നു. കൺസിഡർ എ റിജിഡ് ജോയിന്റ് O where the members OA, OB, OC, OD and OE meeting at the joint, okay, as shown here. Okay, an applied moment M, okay, and it gets distributed among the members. That applied moment M get distributed among the members into components of, ഈ M നമുക്ക് ഇവിടെ എങ്ങനെയായിട്ട് വരും? M1 ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പം കളറിൽ എഴുതാം. M1, M2, M3, M4, M5. ഓക്കെ,
മൊമെന്റ് എം, അപ്ലൈഡ് മൊമെന്റ് എം, ജോയിന്റ് റിജിഡ് ജോയിന്റ് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്തു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, നമ്മുടെ എല്ലാ മെമ്പേഴ്സിലേക്ക്, കണക്റ്റീവ് മെമ്പേഴ്സിലേക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. M1, M2, M3, M4 ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ സ്റ്റിഫ്നെസ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. M1 is to M2 is to M3 is to M4 is to M5 equal to M1 എന്തായിരുന്നു? ഫിക്സഡ്. സ്റ്റിഫ്നെസ് എന്താ? 4EI/L. ഓക്കെ, I1 by L1 equal to, sorry, equal to അല്ല, is to M2 hinged 3EI2/L2 is to, again fixed, 4EI3/L3 is to, again hinged 3EI4/L4 is to fixed, 4EI5/L5. Okay, it is equal to M1 is to M2 is to M3 is to M4 is to M5 equal to, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഈ എല്ലാം ക്യാൻസൽ ആവും. ഈ ക്യാൻസൽ ചെയ്ത് കളയുക. ദെൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ I1/L1 is to 3/4 I2/L2 is to I3/L3 is to 3/4 I4/L4 is to I5/L5. Okay, that means the ratio I1/L1 3/4 I2/L2 I3/L3 3/4 I4/L4 and I5/L5 are called I/L are called the relative stiffness. ഓക്കെ, അതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞത്. എന്ത്? I/L. I/L. I moment of inertia divided by L. Relative stiffness of the member OA, OB, OA, OB, OC, OD and OE. The ratio I/L is called relative stiffness. Okay, ഇതാണ് I/L ആണ് റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഫിക്സഡ് കേസിന്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് എന്താ? I/L. ദിസ് ഈസ് ഹിൻസ്ഡ് 3/4 I/L. I/L fixed, 3/4 I/L hinged. Okay, therefore the relative stiffness of a member at a joint whose relative stiffness of a member ഇതാണ് members at a joint, ഒരു jointലെ members whose further end, okay, this further end is fixed ആണെങ്കിൽ എന്താ? is I/L. fixed ആണെങ്കിൽ I/L, where I moment of inertia of the section and L length of the member. അതുപോലെ തന്നെ therefore the relative stiffness of a member at a joint whose further end is hinged, or simply supported, it is 3/4 I/L. Okay, 3/4 I/L, where I is the moment of inertia of the section and L is the length of the member. Okay, therefore നമ്മുടെ distribution factor എന്തായിരുന്നു പറഞ്ഞത്? distribution factor DF equal to ratio of relative stiffness of the member to the total relative stiffness of all the members meeting at a joint. Okay, relative stiffness of the member divided by
ടോട്ടൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് എ ജോയിന്റ്. ഇതിന്റെ റേഷ്യോ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ക്ലിയർ ആയോ? ഓക്കെ. റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഇക്വേഷൻ എന്താ? I/L. നമുക്ക് അങ്ങനെ ഓരോ മെമ്പേഴ്സിന്റെയും ബീം ആണേലും ഫ്രെയിം ആണേലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിനെക്കാട്ടിലും മോർ ആക്യുറേറ്റ് ആണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇറ്ററേഷൻ മെത്തേഡാണ്, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ ഇതിനകത്ത് കുറെ ടേംസ് പഠിച്ചു. ക്യാരി ഓവർ ഫാക്ടർ, സ്റ്റിഫ്നെസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ക്യാരി ഓവർ, സ്റ്റിഫ്നെസ് ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഹാവ് എ നൈസ് ഡേ.